വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തലേദിവസം തന്നെ നന്നായിട്ട് കഴുകി വെള്ളത്തിൽ കുതിർത്ത ഗ്രീൻ പീസ് 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അരപ്പിന് ആവശ്യത്തിനായിട്ടുള്ള തേങ്ങ, പിന്നെ 1 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിന് 4-5 പച്ചമുളക്, വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസിൽ നിന്ന് 1 വലിയ സ്പൂൺ ഗ്രീൻ പീസും കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ച് മാറ്റി വെക്കണം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ചതിലേക്ക് ഒരു 2-3 അല്ലി വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. അപ്പോൾ ഗ്രീൻ പീസ് വേവിച്ച സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കണം. ആദ്യം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടെ ചേർത്ത് ഇനി ഇതിലോട്ട് ഇതൊന്ന് യോജിപ്പിച്ച് ശേഷം അടച്ച് വെച്ച് ഇതിൻ്റെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അരപ്പ് ഒന്ന് തിക്കായിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ പീസ് ചേർത്താണല്ലോ അരച്ചത്, അതാണ് ഈ ഒരു കറിക്ക് ഒരു കുറുകുറുപ്പ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചേർത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഇതിനകത്ത് ഉരുളക്കിഴങ്ങോ വേറൊന്നും ക്യാരറ്റോ ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ചിലർ കാഷ്യൂസൊക്കെ അരച്ച് ചേർക്കാറുണ്ട്, ചിലർ തേങ്ങാപ്പാൽ ചേർക്കാറുണ്ട്. ഇതൊന്നും ചേർക്കുന്നില്ല. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണിത്. അധികം ഇൻഗ്രീഡിയൻസോ സമയമോ ഒന്നും ആവശ്യമില്ല. കുക്കറിൽ ഗ്രീൻ പീസ് വേകുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം.